ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസ്ഫർ ന്യൂസുകളിലേക്ക് സ്വാഗതം. ഫസ്റ്റ് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. വീണ്ടും നമ്മുടെ വിക്ടർ ഒസീമൻ്റെ ലിങ്ക്സ് വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒസീമൻ്റെ കഥ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അൽ ഹിലാല് എന്താ പറയുക, ആരും കൊടുക്കാത്ത പോലത്തെ ഒരു ബിഡാണ് ഒസീമന് കൊടുത്തത്. 2 ബിഡ് കൊടുത്തു. ഫസ്റ്റത്തത് എടുത്തില്ല, ആക്സെപ്റ്റ് ചെയ്തില്ല. രണ്ടാമത്തത് കൊടുത്തു, അതും ആക്സെപ്റ്റ് ചെയ്തില്ല. അത് നല്ലൊരു ബിഡായിരുന്നു, നല്ല ബിഡായി. പക്ഷെ ഒസീമനെ ആക്സെപ്റ്റ് ചെയ്തില്ല. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒസീമന്റെ അവസ്ഥ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്താണ് പുള്ളിക്കാരൻ്റെ മനസ്സിൽ? സാലറി ആണോ പ്രശ്നം, എന്താണ് പ്രശ്നം എന്നറിയില്ല. ഹിലാൽ കാരണം അത്രയും നല്ല ഓഫർ കൊടുത്തത്. ഇനി യൂറോപ്യൻ ഫുട്ബോൾ ആണ് ഒസീമൻ നോക്കുന്നത്, അത് ഒസീമൻ പറയണം. ഒസീമൻ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് റിജക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ യുണൈറ്റഡുമായിട്ട് എന്താണ് ലിങ്ക് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നെപ്പോളി വീണ്ടും വന്നിട്ടുണ്ട്, എ സ്വാപ്പ് ഡീൽ ബട്ട് വിത്ത് ജോഷുവ സിർക്സി. അതാണ് പ്രശ്നം. എനിക്ക് പേഴ്സണലി അതിൽ ഒരു വലിയ താല്പര്യമില്ല. സിർക്സിയെ കൊടുക്കണ്ടായിരുന്നു. ബട്ട് അതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ ഹോയിലുഡിന് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ആ ഒസീമൻ്റെ സാലറി നമുക്കൊരു വലിയ പ്രശ്നം തന്നെയാണ്. വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പ്രശ്നമൊന്നുമില്ല. ഒസീമൻ കാരണം അത്രയും ഹ്യൂജ് സാലറിയാണ് ചോദിക്കുന്നത്. ഇനി ഒസീമൻ പേ കട്ടിന് തയ്യാറാണ്, അങ്ങനെയാണ്, എനിക്ക് യൂറോപ്യൻ ഇതിൽ തന്നെ കളിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ സിർക്സിയെ സ്വാപ്പ് ചെയ്യുന്നതിൽ ഒരു വലിയ താല്പര്യമില്ല. നെപ്പോളി ഇപ്പം വന്നിട്ടുള്ളത് ആ ഒരു ഓഫറുമായിട്ടാണ്. അതാണ് ഫസ്റ്റത്തെ ന്യൂസ്. അതിനി നടക്കൂല ഒന്നും അറിയില്ല. കാരണം ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഒസീമൻ സാലറി. പിന്നെ രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഗ്യോക്കോറോസ് ആയിട്ടുള്ള ലിങ്ക്സ്, അതായത് ഇന്റേണൽ ടോക്സും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഗ്യോക്കോറസിന് പിന്നാലെ ഇപ്പോൾ യുവൻറ്റസും അൽ ഹിലാലും വന്നിട്ടുണ്ട്. അൽ ഹിലാലിന്റെ എനിക്ക് തോന്നുന്നില്ല ആക്സെപ്റ്റ് ചെയ്യുന്നത്. കാരണം പുള്ളി ഗ്യോക്കോറസ് എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ബട്ട് യുവൻറ്റസ് നമ്മൾ ഫസ്റ്റ് ആഴ്സണൽ പോയതുപോലെ യുവൻറ്റസ് ചാമ്പ്യൻസ് ലീഗും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ എന്തോന്നറിയില്ല. പക്ഷേ ഗ്യോക്കോറസ് സ്പോർട്ടിങ്ങുമായിട്ടുള്ള അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി തെറ്റിയിട്ടുള്ളത്. കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇന്ന് തൊട്ട് ഗ്യോക്കോറസിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബയോയിൽ സ്പോർട്ടിങ്ങേ ഇല്ല. സ്പോർട്ടിങ്ങിൻ്റെ ഫുള്ള് ഡിലീറ്റ് ചെയ്തു. കാരണം അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്യോക്കോറസിന് 50 to 60, അതായത് 58 പ്ലസ് ആഡ് ഓൺസ് ആ ഒരു രീതിയിലുള്ളതായിരുന്നു എമൗണ്ട് വെച്ചത്. പക്ഷേ സ്പോർട്ടിങ് അതിപ്പോൾ കൂട്ടി, അറൗണ്ട് ഇപ്പോൾ 75 to 80 ആയി മാറി. അത് ഗ്യോക്കോറസിന് തീരെ പിടിച്ചില്ല. കാരണം ഗ്യോക്കോറസിന് യുണൈറ്റഡിലേക്ക് വരാനാണ് ആഗ്രഹമെങ്കിൽ ഗ്യോക്കോറസിന് നല്ലപോലെ അറിയാം അത്രത്തോളം ക്യാഷ് നമ്മുടെ കയ്യിലില്ല. അതായിരിക്കണം. ഇനി എന്താവും എന്തോന്നറിയില്ല. ഇന്റേണൽ ടോക്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് 24 to 48 hours യുവൻറ്റസും അൽ ഹിലാലും ഗ്യോക്കോറസിന്റെ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ഗ്യോക്കോറസിന്റെ കയ്യിലായിരിക്കും. കാരണം നമ്മൾ ആ മത്തായസ് ക്യൂനയുടെ ഡീലിന് ശേഷം കുറച്ചൊന്ന് പിന്നോട്ടായി. അത് നല്ലപോലെ എഫക്റ്റ് ആവും. ഇപ്പം ഇന്ന് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു 1 week നമ്മുടെ ഈ ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്കുള്ള പ്ലെയേഴ്സിനെ, അതായത് ഓൾറെഡി ട്രാൻസ്ഫർ നടത്തിയ പ്ലെയേഴ്സിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു 1 week ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് 16th വീണ്ടും റീ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. കാരണം സിറ്റിയൊക്കെ 3 പ്ലെയേഴ്സിനെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ലിവർപൂൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ലിവർപൂൾ ക്ലബ് വേൾഡ് കപ്പിൽ ഇല്ല. പക്ഷേ സിറ്റി ഉള്ളത് കൊണ്ട് സിറ്റി 3 പ്ലെയേഴ്സിനാണ്. നല്ല അടിപൊളി സൈനിങ്സ്. നമ്മുടെ ഒന്ന് വോൾസിൻ്റെ ലെഫ്റ്റ് ബാക്കിന് ചെയ്തു, പിന്നെ AC മിലാൻ്റെ ഒരു പ്ലെയറിനെ ചെയ്തു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കൂനയുടെ ശേഷം എംബോമയുടെ പിന്നാലെയാണ് ഉള്ളത്. ഇപ്പം അതൊന്നും ഡീല് നടക്കുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തോമസ് ഫ്രാങ്ക്, അദ്ദേഹം സ്പേഴ്സിൽ ഹിയർ വി ഗോ വന്നു. ഇനി അത് എംബോമയുടെ ഒരു ഹൈജാക്ക് നടക്കുമോ, ഒക്കെ ടെൻഷനാണ്. എന്താവോ എന്തോ ഒരു ഐഡിയ ഇല്ല. ഇപ്പം ഈ ഒസീമൻ്റെ ലിങ്ക്സ് വന്നിട്ടുണ്ട്, ഗ്യോക്കോറസിൻ്റെ ലിങ്ക്സ് വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു ഐഡിയ ഇല്ല. വെറും ഒരു ഇൻട്രസ്റ്റഡ് FC എന്നുള്ള രീതിയിലായി മാറുമോ? ആകെ മൊത്തം ഒരു ക്വസ്റ്റ്യൻ മാർക്കിലുള്ളത്. വെറും കൂനയുടെ ഡീല് മാത്രം അവസാനിക്കുമോ? നോ ഐഡിയ. കാരണം ഞാൻ വിചാരിച്ചു 1ാം തീയതി തന്നെ, അതായത് വിൻഡോ ഓപ്പണായ അന്ന് തന്നെ ഹിയർ വി ഗോ വന്നു, നമ്മൾ ഇപ്രാവശ്യം ഒരു പൊളിക്കും, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ബട്ട്
ആ എംബോയുടെ ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ബിഡ് കൊടുത്തു, അത് റിജക്റ്റ് ആയോ എന്തായോ, നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണോ ഒന്നും അറിയില്ല. ഇനി ഈ ഹൈജാക്കിന് വേണ്ടിയിട്ട് ടോട്ടൻഹാം ബിഡ് ഇടുമോയെന്ന് ബ്രെൻഫോർഡ് വെയിറ്റ് ചെയ്യുകയാണോ? ഓ രക്ഷ. അതിൻ്റെ ഇടയിൽ ഗ്യുക്കോറസിൻ്റെ ലിങ്ക്സ് വന്നു, ഇപ്പോൾ ഇതായിട്ട് ഒസീമൻ്റെ ലിങ്ക്സ് വന്നു, എന്താവുമെന്തോ. പിന്നെ വേറൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോൾ കീപ്പർ നമ്മുടെ ലില്ലിൻ്റെ ചെവിലിയാർ, അടിപൊളി ഗോൾ കീപ്പറാണ്, നല്ല ഗോൾ കീപ്പറാണ്. പക്ഷേ അവൻ്റെ ലിങ്കിൽ നമ്മുടെ കൂടെ സിറ്റിയും ഉണ്ട്. നമ്മൾ എവിടെ പോകുന്നു അവിടെ എന്തായാലും ഒരു ടീം ഉണ്ടാവും. ഡൊണാറുമേൻ്റെ ലിങ്ക്സും വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും സിറ്റി ഉണ്ട്. ഇപ്പൊ ഇതാടി ഈ ചെവിലിയാറിന്റെ, ലൂക്കാസ് ചെവിലിയാറിന്റെ, ലില്ലിന്റെ നല്ല അടിപൊളി ഗോൾ കീപ്പറാണ്, നല്ല സൂപ്പർ ഗോൾ കീപ്പറാണ്. അവന്റെ ലിങ്ക്സ് വന്നു, അതിന്റെ കൂടെ അട്രാക്ഷനിൽ മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്. കാരണം യൂറോപ്യൻ ഫുട്ബോൾ, ചാമ്പ്യൻസ് ലീഗ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ പോകുമ്പം ആ ഒരു പ്ലെയർ പ്രിഫറൻസ് കൊടുക്കുക. പക്ഷെ അങ്ങനെയൊന്നും താല്പര്യമില്ല. നമ്മളിപ്പോൾ മറ്റേ സ്കൂനെ വന്ന പോലെ എംബോമ് സെലക്ട് ചെയ്തതുപോലെയുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. ഇങ്ങനെ കുറച്ച് ലിങ്ക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് ഡള്ളായിരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിൽ, പിന്നെയും നമ്മൾ ബാക്ക് ടു ട്രാക്ക് ആകുന്നത് പോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ എംബോമോയുടെ ഡീലും ഗ്യോക്കോറസിൻ്റെ അല്ലെങ്കിൽ ഒസീമൻ്റെ ഏതെങ്കിലും ഒരു ഡീല് പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ജാഡൻ സാൻജോന് വേണ്ടിയിട്ട് വീണ്ടും ഡോട്ട്മുണ്ട് വന്നിട്ടുണ്ട്. കൊണ്ടുപോയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും അത്രയും പെട്ടെന്ന് കൊണ്ടുപോകാം. കാരണം നമ്മുടെ ഔട്ട് നടക്കുന്നേ ഇല്ല, സെയിൽസ് കംപ്ലീറ്റ്ലി സീറോ ആണിപ്പോൾ. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് 2-3 പേര്, റാഷ്ഫോർഡ്, സാൻചോ, ആന്റണി, ഹോയിലുണ്ട്, എല്ലാവരും ഇൻട്രസ്റ്റഡ് എന്നല്ലാണ്ട് ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പുറത്ത് നടക്കുള്ളൂ. കാരണം 5-ന്റെ പൈസ കയ്യില്ല, ബക്കറ്റ് പിരിവ് നടത്തേണ്ട അവസ്ഥയല്ലല്ലോ ഉള്ളത്. എന്തായാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. നല്ല രീതിയിൽ എല്ലാം നടക്കട്ടെ. ഇനിയും നല്ല നല്ല പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ.